ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഔട്ടിംഗ് വീഡിയോ ആണ് ഗൈസ്, വിത്ത് ഫാമിലി. സാധാരണ ഞാൻ റിയാക്ഷൻ വീഡിയോസാണ് ചെയ്യാറ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് ഒരു ഔട്ടിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു ഫാമിലിയുടെ കൂടെ. ഞങ്ങൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വ്യാഴാഴ്ച വൈകുന്നേരം വീക്കെൻഡാണ് ഞങ്ങൾക്കിവിടെ. നമുക്ക് ലീവ് വരുന്നത് വെള്ളിയാഴ്ചയാണേ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. നല്ല ചൂടാണ് പുറത്ത്. അപ്പം ഞങ്ങൾ റെഡിയാവുകയാണ്, ഞാനും കുഞ്ഞും അവളും പിന്നെ അമ്മയുണ്ട് ഗൈസ്. ഞങ്ങളിങ്ങനെ പോകാനുള്ള പരിപാടിയിലൊക്കെ നോക്കുകയാണ്. വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കാം കേട്ടോ, റോഡിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നേ. ഞങ്ങൾ പോകുന്ന അവന്യൂസിലാണേ, ഇവിടുത്തെ ഒരു മാളാണ് അവന്യൂസ്. അപ്പം നല്ല തിരക്കുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി. ഇങ്ങനെ വണ്ടിയൊക്കെ ക്യൂ നിന്നാണ് പാർക്കിങ്ങിലോട്ട് കയറി പോകുന്നത്. കുറച്ച് ടൈം കിടന്നത് കേട്ടോ ഞങ്ങൾ ആ ക്യൂവിനകത്ത്. പാർക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ ഗൈസ്, ഓൾമോസ്റ്റ് എല്ലാം ഫുള്ളായിരുന്നു. ഞങ്ങൾ തന്നെ 2 വട്ടം ഒന്ന് കറങ്ങി ഈ പാർക്കിംഗ് കൂടെ, എന്നിട്ടാണ് നമുക്കൊരു പാർക്കിംഗ് കിട്ടിയത്. കൂടുതലും സൗദികളാണ് കേട്ടോ വണ്ടി വന്നേക്കുന്നത്. സൗദി നമ്പർ പ്ലേറ്റിലുള്ള വണ്ടികളാണ്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് 2 ദിവസം ലീവ് ആയതുകൊണ്ട് സൗദികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ബഹറിലോട്ട്. അങ്ങനെ നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടി. നമ്മളിങ്ങനെ വണ്ടി റിവേഴ്സൊക്കെ കയറ്റി ഇട്ടു. ഇപ്പോൾ ഈ സമ്മർ ടൈം ആയതുകൊണ്ടേ നമുക്കിങ്ങനെ പുറത്ത് നിൽക്കുന്നത് കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ഹ്യൂമിഡിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബഹറിൽ. ഈ മാസവും അടുത്ത മാസവും നമുക്കിവിടെ ഹ്യൂമിഡിറ്റി കാണും. ഭയങ്കര പാടാണ് ഗൈസ്. ഹ്യൂമിഡിറ്റി ഉണ്ട്, നമ്മളിങ്ങനെ വെറുതെ നിന്നാലും വിയർത്തിങ്ങനെ ഒലിക്കുകയാണ് നമ്മളെ ദേഹത്തൂടൊക്കെ. അപ്പം ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ സമ്മർ ടൈമിലുണ്ടല്ലോ കൂടുതലും ആൾക്കാരും ഇങ്ങനെയുള്ള മാളുകളിലായിരിക്കും നടക്കാനൊക്കെ പോകുന്നത്. കാരണം അതൊക്കെ ഓൾറെഡി AC ആയിരിക്കുമല്ലോ. അപ്പം പുറത്തുള്ള പരിപാടികളൊന്നും ഈ ഒരു സമ്മർ ടൈമിൽ നടക്കത്തില്ല കേട്ടോ. നേതൻകുട്ടനുണ്ടല്ലോ, ഇങ്ങനെയുള്ള ലൈറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അവനാണ് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പം പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നത് വളരെ കുറവാണ് ഇപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട്. അപ്പം ഫുൾ ടൈം വീട്ടിലായതുകൊണ്ട് അവന് ഈ ലൈറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇവനിങ്ങനെ ചുറ്റും നോക്കി പോകുന്നവരെയും വരുന്നവരെയും എല്ലാം അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവിടുന്നുണ്ട് കേട്ടോ. പിന്നുണ്ടല്ലോ, ഇപ്പോൾ ഈ വീഡിയോയുടെ ബാക്കിൽ നിങ്ങൾക്കൊരു ബിൽഡിംഗ് കാണാൻ പറ്റും. അതൊരു ബഹറിൻ്റെ സിഗ്നേച്ചർ ബിൽഡിംഗ് ആണ്. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അത് നിങ്ങൾക്ക് നെറ്റിലൊക്കെ നമ്മൾ ബഹറിൻ അടിക്കുമ്പോൾ തന്നെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഫോട്ടോയാണ് ആദ്യം വരുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഇവൻ്റെ ചെരുപ്പ് നമ്മൾ വണ്ടി വെച്ച് മറന്നുപോയേ. അപ്പം അതെടുക്കാൻ ആൾ 2ാമത് പോയതാണ്. സാധാരണ എല്ലാ വട്ടവും നമ്മളിങ്ങനെ തിരിച്ച് കയറാറുണ്ട്. ഈ വട്ടവും നമ്മളത് തിരിച്ച് കയറി. നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നുണ്ടല്ലോ, ഞങ്ങൾ പുറത്ത് അധികം നേരം നിന്നില്ലേ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉള്ളിലോട്ട് പോകാനുള്ള പരിപാടി നോക്കി. കാരണം അധികം നേരം നിൽക്കാൻ പറ്റില്ല. വേൾഡ് കപ്പിൻ്റെ ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്, ഒരു ഫുട്ബോളിൻ്റെ മിനിയേച്ചറൊക്കെ അവർ കയറി വരുമ്പോഴേ ആ എൻട്രൻസിൽ വെച്ചിട്ടുണ്ട്. അത് കൊള്ളായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഈ മാളുണ്ടല്ലോ, എനിക്ക് കാണുമ്പോൾ തോന്നുന്നത് നമ്മുടെ യൂറോപ്പിലെ ഒരു സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടന്നു പോകുന്നൊരു ഫീലാണ്. അതേപോലെ അവർ ബിൽഡ് ചെയ്തെടുത്തേക്കുന്നൊരു മാളാണിത്. ഇതിൻ്റെ 2 സൈഡിലും ഉണ്ടല്ലോ ഒരുപാട് ഷോപ്പും പിന്നെ പെർഫ്യൂമിൻ്റെ ഷോപ്പുകളും ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റുകളും അങ്ങനെ കുറേ ഷോപ്പുകളുണ്ട്. എല്ലാം ഭയങ്കര വിലയായിരിക്കും കേട്ടോ. കാരണം ഇതൊരു പോർഷ് ഏരിയ ആണ്. കൂടുതലും അറബികളൊക്കെ വരുന്നൊരു മാളാണിത്. മലയാളികളൊക്കെ കുറവാണ് കമ്പാരിറ്റീവ്ലി. ഞാനങ്ങനെ ഇന്ന് പോയപ്പോൾ തന്നെ അങ്ങനെ ആൾക്കാരെയൊന്നും അധികം കണ്ടില്ല. എന്നാലും ഉണ്ട് മലയാളികൾ. എല്ലായിടവും കാണുമെന്ന് പറയുന്നത് പോലെ ഇതിലും ഉണ്ടായിരുന്നു മലയാളീസ്. പക്ഷേ കൂടുതലും അറബികളും മറ്റുള്ള രാജ്യക്കാരുമായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോയപ്പോഴാണ് ഈ ഏരിയ കാണുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇതിങ്ങനെ മുകളിലത്തെ റൂഫിൻ്റെ ഡിസൈനും സൈഡിലത്തെ വിൻഡോസും പിന്നെ അതിൽ തൂക്കിയിട്ടേക്കുന്നുണ്ടല്ലോ ഈ വണ്ടുണ്ടല്ലോ, വണ്ട്, ഈച്ച അങ്ങനെയുള്ളൊരു സാധനത്തിൻ്റെ മിനിയേച്ചറാണ് ആ തൂക്കിയിട്ടേക്കുന്നത്. നേതന്മോനുണ്ടല്ലോ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഈ ലൈറ്റും ആൾക്കാരെ എല്ലാം കൂടെ കണ്ടപ്പോൾ ഉണ്ടല്ലോ അവൻ അവിടെ കിടന്ന് തകർക്കുമായിരുന്നു. അതിലെല്ലാം കൈയിട്ട് അടിച്ച് ഇങ്ങനെ കൊണ്ട് കൂയി എന്നൊക്കെ ഉള്ളൊരു ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അവനാണെങ്കിൽ അവിടെ കിടന്ന് തകർപ്പായിരുന്നു ശരിക്കും.
നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഔട്ട് സൈഡുള്ള പ്രോഗ്രാംസ് ഒക്കെ കുറവായതുകൊണ്ട് അറബികളും എല്ലാവരും ഇങ്ങനെയുള്ള ഇൻഡോർ ആക്ടിവിറ്റിയിലാണ് കൂടുതലും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അകത്തൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേ വരുന്നൊരു കുട്ടി ട്രെയിൻ ലൈറ്റൊക്കെ കത്തിച്ച്. ഈ ട്രെയിനിലുണ്ടല്ലോ 1.5 ബീഡി 2 ബീഡിയാണെന്ന് തോന്നുന്നു. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ അവന്യൂസിൽ മൊത്തം അവർ നമ്മളെ ഈ ട്രെയിനിൽ ഇരുത്തി കൊണ്ട് കാണിക്കും. സംഭവം നല്ല പരിപാടിയാണ് ഗൈസ്. 1.5 ബീഡിയാണെന്ന് തോന്നുന്നു പെർ ഹെഡ്, കറക്റ്റ് എനിക്കറിയത്തില്ല. കുഞ്ഞു പിള്ളേർക്കൊക്കെ പറ്റിയൊരു ഐറ്റമാണിത് കേട്ടോ. അവരെ കുറച്ചുകൂടെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നുണ്ടല്ലോ ഗൈസ്, ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. അതിൻ്റെ എൻഡിലോട്ടൊന്ന് പോകാമെന്ന് വിരിച്ച് നടന്നാണ്. പിന്നുണ്ടല്ലോ വേൾഡ് കപ്പ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഓരോ രാജ്യത്തിൻ്റെയും ഫ്ലാഗ് വെച്ചിട്ടുണ്ട് അവിടെ. കുറേ ഉണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട്. അതിനിടയ്ക്ക് എന്ന് പറഞ്ഞൊരു വാള് കണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ലേ സംഭവം, അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതിൻ്റെ ഡിസൈൻ നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. പുറത്ത് മീൻസ് ബാക്ക് സൈഡ് അവിടെ ബീച്ചുണ്ടേ. ഈ അവന്യൂസിൻ്റെ ബാക്ക് സൈഡ് ചെറിയൊരു ബീച്ചാണ്. അവിടെ ഇങ്ങനെ ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നിന്ന് അവിടെ ബീച്ചിലോട്ടൊക്കെ നോക്കി നിൽക്കാം. അതും നല്ല രസമാണ്. പക്ഷേ ഇപ്പോൾ ചൂട് സമയമുണ്ട്, നമുക്ക് അധികം അവിടെ നിന്ന് കറങ്ങാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ കറങ്ങി. കാരണം അവിടെ ഒരു വാട്ടർ ഷോ ഉണ്ടേ. ആ വാട്ടർ ഷോ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ അതിൻ്റെ കറക്റ്റ് സമയമുണ്ടല്ലോ ഞങ്ങൾക്കറിയത്തില്ല. അപ്പം അത് ഏത് ടൈമിലാണ് അതിങ്ങനെ വരുന്നതെന്ന്. എനിക്ക് തോന്നുന്നു 10-15 മിനിറ്റ് ഗ്യാപ്പ് ഇടവിട്ട് ആ വാട്ടർ ഷോ ഉണ്ടെന്നാണ് തോന്നുന്നത്. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ ആ ഭാഗത്ത് തന്നെ ഞങ്ങളിങ്ങനെ കറങ്ങി വെയിറ്റ് ചെയ്ത് നിന്ന് ഗൈസ്. അതിനിടയ്ക്കുണ്ടല്ലോ ഇങ്ങനെ ഒരു ബോട്ട് പോകുന്നത് കണ്ടു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതോടെ ഒന്ന് ഷൂട്ട് ചെയ്തേക്കാമെന്ന്. പിന്നുണ്ടല്ലോ ഗൈസ്, നമുക്കിങ്ങനെ ഈ വോയിസ് ഓവർ കൊടുക്കാനൊന്നും കറക്റ്റ് എനിക്കറിയത്തില്ല നമുക്കൊരു വീഡിയോയ്ക്ക്. പിന്നെ എനിക്കറിയാവുന്ന പോലെ ഞാനിതൊക്കെ നിങ്ങളിലേക്ക് ഇങ്ങനെ എത്തിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ആ ബാക്കി കാണുന്നുണ്ടല്ലോ ഇവിടുത്തെ എച്ച് ബിൽഡിംഗ് ആണേ. നമ്മൾ നേരത്തെ ഒരു ബിൽഡിംഗ് കാണിച്ചില്ലേ, അതുപോലെ ഇതും ബെഹ്റിൻ്റെ ഒരു സിഗ്നേച്ചർ ബിൽഡിംഗ് ആണ്. നമ്മൾ ബെഹ്റിൻ്റെ നെയിമൊക്കെ ഉണ്ടല്ലോ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആദ്യം ഈ 2 ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ ആയിരിക്കും വരുന്നത്. അങ്ങനെ ഉണ്ടല്ലോ ഗൈസ്, പ്രതീക്ഷിക്കാതെ സഡൻലി ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം നമ്മുടെ വാട്ടർ ഷോ എത്തി ഫൈനലി. ഇതിവിടെ അടിപൊളിയാണ് കേട്ടോ. ഇതൊരു രക്ഷയില്ല. കാരണം നമുക്കൊരു ദുബൈയിലൊക്കെ ഉള്ളവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഇങ്ങനെ ബുർജ് ഖലീഫയുടെ മുന്നിലൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പം അത്ര സെറ്റപ്പ് ഇല്ലേ തന്നെയും അതിൻ്റെ ഒരു ചെറിയ സെറ്റപ്പ് വേർഷനാണ് ഈ കാണുന്നത്. ഇത് നല്ല രസമാണ് കേട്ടോ. ഇനി പല പല കളറിലുള്ള ലൈറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇപ്പം ബ്ലൂ അല്ലേ, ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് പിങ്ക് വരും, പിന്നെ ഗ്രീൻ ഉണ്ടെന്ന് തോന്നുന്നു ലാസ്റ്റ് ടൈം. കുറേ കുഞ്ഞി പിള്ളേരൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതിനെ ചവിട്ടാനും പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്.
അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടുന്ന് പതുക്കെ നടന്ന് മുന്നോട്ട് നടന്ന് കേട്ടോ. മുന്നിലൊരു സംഭവമുണ്ട്, മീൻസ് പല പല കളറിലുള്ള ഊഞ്ഞാൽ പോലൊരു സംഭവം. അതിലിരുന്ന് നമുക്കിങ്ങനെ ആടുകയും അതിലിങ്ങനെ വളഞ്ഞ് കിടക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം അങ്ങോട്ടാണ് ഞങ്ങൾ ഇനി അടുത്തേ പോയത്. ഇതാണ് ഗൈസ് ഈ സംഭവം. ഇത് കുറേ ഉണ്ട്, ഇങ്ങനെ കളർ മാറി മാറി വരും. ഇതൊരു 150 kg ആണ് ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി. അത് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചേക്കുന്നത് ഞാൻ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ സംഭവം ഇങ്ങനെ കിടക്കുകയും ചെയ്യാം. കിടക്കുക മീൻസ് ഇങ്ങനെ വളഞ്ഞ് കാലും തലയും കൂടെ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ നമുക്കത് കിടക്കുകയും ചെയ്യാം. കിടന്നിട്ട് ഇങ്ങനെ ആടാം, വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യാമേ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് അവനെയും കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് അവിടെ കളിച്ചു. അവനൊരു എക്സൈറ്റ്മെൻ്റാണ് ഇത് മൊത്തത്തിൽ കണ്ട സമയത്ത്. പിന്നുണ്ടല്ലോ ഗൈസ്, ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് ചൂടും ഹ്യൂമിഡിറ്റിയും സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇറങ്ങി അവിടുന്ന്. അതുമാത്രമല്ല 9 മണി ആയിരുന്നു, ഞങ്ങൾക്ക് പിന്നെ ഫുഡും കഴിക്കണമായിരുന്നു. എല്ലാവർക്കും വിശപ്പും വന്നു. പിന്നെ ചൂട് കൊണ്ടുണ്ടല്ലോ എങ്ങനെയും വണ്ടി കണ്ടുപിടിച്ച് വണ്ടി കയറിയാൽ മതി എന്നായി പോയേ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇവിടെ തീരുവാണ് ഗൈസ്. അപ്പം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.